കർണാടകയിൽ അനിശ്ചിതത്വം. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ അനുനയ ശ്രമങ്ങൾക്ക് ഡി.കെ. വഴങ്ങിയില്ലെന്ന് റിപ്പോർട്ടുകൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ടെന്ന് ഡി.കെ. ശിവകുമാർ മല്ലികാർജ്ജുൻ ഖർഗെയെ അറിയിച്ചതായും സൂചന. എന്നാൽ പുറത്തുവരുന്നത് അഭ്യൂഹങ്ങളാണെന്നും ഇവയോട് പ്രതികരിക്കാനില്ലെന്നും ഡി.കെ. മാധ്യമങ്ങളോട് പറഞ്ഞു. ನೀವು ಯಾವುದು ಸತ್ಯ ಬರೆಯಲ್ಲ, ಎಲ್ಲ ಬೋಗಸ್ಸು ಫ್ರಾಡ್ಗಳು ಹೇಳಿದೆಲ್ಲ ನ್ಯೂಸ್ ಮಾಡಿ ಮರ್ಯಾದೆ ಎಲ್ಲ ಕಳೀತಾ ಇದ್ದೀರಾ. ನಾನೇನು ಮಾತಾಡೋದು ಎಲ್ಲ ಯಾರ್ಯಾರು ಹೇಳ್ತಾರೆ ಅಂದ್ಬಿಟ್ಟು ಎಲ್ಲ ಗಾಸಿಪ್ ನ್ಯೂಸ್ ತಗೊಂಡು ಎಲ್ಲ ನಿಮ್ಮ ಸಂಸ್ಥೆ ಇಮೇಜ್ನ ಹಾಳು ಮಾಡ್ಕೋತಾ ಇದ್ದೀರಾ. സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി. ഇരു നേതാക്കളും നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും സോണിയാഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ പാർട്ടിയോടുള്ള കൂറും ത്യാഗവും അംഗീകരിക്കപ്പെടുമെന്ന് സോണിയാഗാന്ധി ഡി.കെ. ശിവകുമാറിന് ഉറപ്പു നൽകിയെന്നാണ് റിപ്പോർട്ട്. ഡി.കെ. അനുകൂലികൾ നേരത്തെ സോണിയാഗാന്ധിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. ಅವ್ರು ಮಾಡಿದಂತ ಪ್ಲಾನಿಂಗ್, ಅವರ ವಿಷನ್ ಇವತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದಲ್ಲಿ ಕಾಂಗ್ರೆಸ್ ಸರ್ಕಾರ ಅಧಿಕಾರಕ್ಕೆ ಬಂದಿರೋದು. ನಿಜಕ್ಕೂ ಹೇಳ್ತೀನಿ, ಇವತ್ತು ಡಿ.ಕೆ. ಶಿವಕುಮಾರ್ ಅವರು ಇವತ್ತು ಯಾರಾದ್ರೂ ಒಬ್ರು ಕಾಂಗ್ರೆಸ್ ಪಕ್ಷಕ್ಕೋಸ್ಕರ ಜೈಲ್ಗೆ ಹೋಗಿದ್ದಾರೆ ಅಂದ್ರೆ ಕಳೆದ 10 ವರ್ಷಗಳಲ್ಲಿ ಅದು ಡಿ.ಕೆ. ಶಿವಕುಮಾರ್ ಅವರು ಮಾತ್ರ. ಇವತ್ತು ಡಿ.ಕೆ. ಶಿವಕುಮಾರ್ ಅವರು ಈ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿ ಆಗ್ಬೇಕು, ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿ ಆಗ್ಲೇಬೇಕು. ನಿಜಕ್ಕೂ ಹೇಳ್ತೀನಿ, ಹಲವಾರು ಯುವಕರು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಉದ್ಯೋಗಕ್ಕೂ ಇವತ್ತು ಯುವಕರು ಡಿ.ಕೆ. ಶಿವಕುಮಾರ್ ಅವರು ನೋಡಿ ವೋಟ್ ಹಾಕಿದ್ದಾರೆ. സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും ഡൽഹിയിൽ തുടരും. എംഎൽഎമാരോടും പ്രവർത്തകരോടും ബംഗളൂരുവിലേക്ക് മടങ്ങിപ്പോകാനും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഈ കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം അഭ്യൂഹങ്ങളാണ് എന്നാണോ കോൺഗ്രസ് പറയുന്നത്? എപ്പോഴായിരിക്കും ഈ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുക? ഇപ്പോൾ വന്നിരിക്കുന്ന തീയതികൾ, അതായത് സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സത്യമല്ല എന്നാണോ കരുതേണ്ടത്? അല്ല, അതിനുള്ള സത്യപ്രതിജ്ഞയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ അടുത്ത മുഖ്യമന്ത്രിയാണ് എന്ന ഒരു ഉറപ്പും സിദ്ധരാമയ്യയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അണികൾക്കും പിന്തുണയ്ക്കുന്നവർക്കും ആ സന്ദേശം നൽകിയത്. അങ്ങനെയാണ് ആ വിഷയം പുറത്തായത്. ഏതായാലും ഇങ്ങനെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നേ ഈ വിഷയം പുറത്തായതാണ് ഡി.കെയെ ചൊടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ കർണാടകത്തിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ഉള്ള തയ്യാറെടുപ്പുകൾ തുടരുന്നു എന്നതെല്ലാം ഡി.കെ. ചൊടിപ്പിക്കുന്നു. തൻ്റെ അഭിപ്രായം മാനിക്കാതെ അതിനെ സംബന്ധിച്ച് തന്നോട് വ്യക്തമായി ഒന്നും തന്നെ പറയാതെ ഈ നീക്കങ്ങൾ നടത്തിയതാണ് ഡി.കെയെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെ ഡി.കെ. തുടരുന്നു. മന്ത്രിസഭയിൽ ചേരാനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രതിസന്ധികൾ അവസാനിച്ചുവെന്ന് കരുതുന്ന ഘട്ടത്തിലാണ് വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത്. ഡി.കെ. ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ല എന്നതാണ്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം വീണ്ടും ചർച്ചകൾ തുടരുകയാണ്. പ്രശ്നപരിഹാരം അടുത്ത 24 മണിക്കൂർ കൂടി കഴിയുമ്പോൾ സാധ്യമാകും എന്ന തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. തൽക്കാലം പ്രശ്നത്തിന് ഒരു അന്തിമ പരിഹാരം ആയിട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. ചർച്ചകൾ തുടരുന്നു. ഏതായാലും ആദ്യ ക്യാബിനറ്റ് വൈകാതെ ചേരും. അങ്ങനെ ചേർന്നാൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ള 5 സുപ്രധാന വാഗ്ദാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടായിരിക്കും സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അതായത് സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി പോലും ഇരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെ ഡി.കെ. ഉറച്ചു നിൽക്കുന്നു എന്നാണോ കരുതേണ്ടത്? ഇപ്പോൾ സോണിയയും രാഹുലുമായൊക്കെ ഇനിയും ചർച്ചകൾ നടക്കാനോ ഇവരുടെ അനുനയ ശ്രമങ്ങളോ ഒക്കെ ആയിരിക്കുമോ ഡൽഹിയിൽ നടക്കുന്നത്? ഡി.കെ. നേരത്തെ തന്നെ താൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയിലില്ല ഈ നിലപാടാണ് വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതൃത്വത്തിന് എന്തും തീരുമാനിക്കാം. കോൺഗ്രസ് എം.എൽ.എമാർ ആർക്കൊപ്പം എന്നൊരു ഹിതപരിശോധന നടത്തുന്നത് ശരിയല്ല. കോൺഗ്രസിൻ്റെ എം.എൽ.എമാരാണ് 135 പേരും. അതുകൊണ്ട് കോൺഗ്രസ് ആരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നു എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം ആണ് കോൺഗ്രസ് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഇടയിലാണ് തനിക്ക് അനുകൂലമായൊരു ഉറപ്പ് കിട്ടിയെന്ന തരത്തിൽ സിദ്ധരാമയ്യ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആളുകൾക്ക് ഇത്തരത്തിൽ സന്ദേശം നൽകുന്നു. ആഘോഷ പ്രകടനങ്ങൾ തുടങ്ങുന്നു.
അതോടൊക്കെ തന്നെ സിദ്ധരാമയ്യ കർണാടകത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാണ് എന്ന് വ്യക്തമാകുന്നു. പക്ഷേ അവിടെ DK ഉപമുഖ്യമന്ത്രിയാകും അതിന് എന്ന കോൺഗ്രസ് ഫോർമുല സമ്മതിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചതാണ് DKയെ അസ്വസ്ഥനാക്കിയത്. താൻ ഉപമുഖ്യമന്ത്രിയൊന്നും ആകാനില്ല, തന്റെ അതൃപ്തിയായി തന്നെ തുടരാമോ? ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് ചേരുന്നു. ശ്രീ അനിൽ ബോസ്, ഇവിടെ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ലഭിച്ചിരുന്ന വിവരങ്ങൾ. പക്ഷേ അതെല്ലാം അഭ്യൂഹങ്ങളാണ്, വിശ്വസിക്കരുത് എന്നാണ് DK ശിവകുമാർ പറയുന്നത്. അത് ഉപമുഖ്യമന്ത്രി ആകുന്നത് കൊണ്ടുള്ള, ഇല്ലെങ്കിൽ ഈ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പിൽ, ബുദ്ധിമുട്ടിൽ ഉള്ള പ്രതികരണമാണോ? താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ കർണാടകയിൽ നിന്ന്? അല്ല, ഈ DK ശിവകുമാർ എപ്പോഴാണ് പറഞ്ഞത് നിങ്ങളോട് ഇപ്പോൾ വരുന്ന വാർത്ത സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുന്നു എന്ന് വരുന്ന വാർത്ത ശരിയല്ലെന്നോ ആണെന്നോ അതെപ്പോഴാ പറഞ്ഞത്? വാർത്തകൾ വിശ്വസിക്കരുത് എന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു കുറച്ചു മുമ്പ്. ഒന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി അത് ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഒന്ന് ഹോൾഡ് ചെയ്യൂ. ನೀವು ಯಾವುದು ಸತ್ಯ ಬರೆಯಲ್ಲ, ಎಲ್ಲ ಬೋಗಸು ಫ್ರಾಡ್ಗಳು ಹೇಳಿದೆಲ್ಲ ನ್ಯೂಸ್ ಮಾಡಿ ಮರ್ಯಾದೆ ಎಲ್ಲ ಕಳೀತಾ ಇದ್ದೀರಾ. ನಾನೇನು ಮಾತಾಡೋದು ಎಲ್ಲ ಯಾರ್ಯಾರು ಹೇಳ್ತಾರೆ ಅಂದ್ಬಿಟ್ಟು ಎಲ್ಲ ಗಾಸಿಪ್ ನ್ಯೂಸ್ ತಗೊಂಡು ಎಲ್ಲ ನಿಮ್ಮ ಸಂಸ್ಥೆ ಇಮೇಜ್ ಹಾಳು ಮಾಡ್ಕೋತಾ ಇದ್ದೀರಾ. ശ്രീ അനിൽ ബോസ്, താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ കന്നഡ? തീർച്ചയായിട്ടും. അതിലെവിടെയാണ് നിങ്ങൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും എന്നുള്ള വാർത്ത ഗോസിപ്പാണെന്ന് അദ്ദേഹം പരാമർശിച്ചു? അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു, പക്ഷേ അതിലുള്ള അതൃപ്തി കൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രതികരണം എന്നായിരുന്നു എന്റെ ചോദ്യം. അവിടെ DK ശിവകുമാർ പറയുന്നതും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നതും അതുപോലെ തന്നെ കർണാടകയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞതും ഒന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ BJPയുടെ ഹാൻഡിലുകൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന പ്രപ്പഗണ്ടകൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, ഉപമുഖ്യമന്ത്രിമാരെ സംബന്ധിച്ച്, മന്ത്രിമാരെ സംബന്ധിച്ച്, അതോടൊപ്പം ചില ജാതി മത വിഭാഗങ്ങൾ സമ്മർദ്ദമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ അത് വെറും പ്രപ്പഗണ്ടയാണ്, ഗോസിപ്പുകളാണ്. അതിലൊന്നും ഇവിടെ കാര്യമില്ല. ഇവിടെ നല്ലൊരു വിജയം സമ്മാനിച്ച കർണാടകയുടെ ജനത, ആ ജനതയ്ക്ക് മുൻപാകെ വെച്ചിട്ടുള്ള മാനിഫെസ്റ്റോ ഞങ്ങൾക്ക് വളരെ സീരിയസ് ആയി നടപ്പിലാക്കണം. ഞങ്ങളെ സഹായിച്ച എല്ലാ വിഭാഗം ആളുകളെ ഉണ്ട്, അവരുടെ ഇക്വേഷനുകൾ പാലിച്ചുകൊണ്ടുള്ള നല്ല ഒരു മിനിസ്ട്രി ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പരിഗണനകൾ വേണം, എങ്ങനെ വേണമെന്ന ചർച്ച നടക്കുമ്പോൾ ഇവിടെ 3 ഉപമുഖ്യമന്ത്രി വരും, 2 ഉപമുഖ്യമന്ത്രി വരും, അത് ഇന്ന സമുദായത്തിന് കൊടുക്കും, അതല്ല സിദ്ധരാമയ്യക്ക് 2 വർഷം, ശിവകുമാറിന് 3 വർഷം, ഇതൊക്കെ ആര് പറയുന്നു? അല്ല, അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം 1 വർഷം മുമ്പ് ഞങ്ങൾ ആരംഭിച്ച അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചെല്ലാം അതിലൊന്നും ആർക്കും എതിരഭിപ്രായമില്ല. വലിയ വിജയമാണ്, അതെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഇതിപ്പോ അഭ്യൂഹങ്ങളാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു, കോൺഗ്രസ് തന്നെ പറയുന്നു അഭ്യൂഹമാണ് പ്രചരിക്കുന്നത് എന്ന്. പക്ഷെ അതിനൊരു ക്ലാരിറ്റി വേണ്ടേ? അതുകൊണ്ടാണ് താങ്കളെ വിളിച്ചതും ചോദിക്കുന്നതും. എന്തുകൊണ്ടാണ് ഇത്രയും നീളുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ പരക്കാനുള്ള സമയം കൊടുക്കുന്നത് എന്നുള്ളത്? അല്ല, നീളുന്നില്ലല്ലോ. 13-ാം തീയതി രാത്രി പുലർന്ന് 14-ാം തീയതി ആയപ്പോഴാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പൂർണ്ണമായ വോട്ടിംഗ് കണക്കുകളും മറ്റു കാര്യങ്ങളും പുറത്തു വന്നത്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് 15-ാം തീയതി വൈകുന്നേരം നിയമസഭാ കക്ഷി യോഗം വിളിക്കാതെ നേതാവിനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രോസസ് അല്ലല്ലോ. അപ്പൊ അതിന് നിയമസഭാ കക്ഷി യോഗം മിനിഞ്ഞാന്നാണ് നടക്കുന്നത്. മിനിഞ്ഞാന്ന് നടക്കുന്ന നിയമസഭാ കക്ഷി യോഗം, അതിന്റെ കോൺഗ്രസ് പ്രതിനിധികൾ, ഹൈക്കമാൻഡ് പ്രതിനിധികൾ പങ്കെടുത്ത യോഗം, അവിടെ എടുത്തിട്ടുള്ള അഭിപ്രായം, ആ അഭിപ്രായം ഡൽഹിയിലെത്തി നേതൃസമിതി അറിയിക്കണമല്ലോ. ആ നേതൃസമിതി അറിയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള സ്ട്രാറ്റജിക്ക് അനുസരിച്ചുള്ള ഒരു ടീമിനെ നിയോഗിക്കുമ്പോൾ അതിന് കൂടിയാലോചനകൾ വേണ്ടേ? ഞങ്ങളിത് ഏകാധിപത്യ പാർട്ടി ഒന്നുമല്ലല്ലോ, ഇതൊരു ജനാധിപത്യ പാർട്ടിയല്ലേ. ഇതെല്ലാം ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പൊ പാർട്ടിയെ കുറിച്ച് താങ്കൾക്കായിരിക്കും കൂടുതൽ അറിയുക. പക്ഷേ ചോദിക്കുന്നത് ഇത്രയധികം പ്രശ്നങ്ങളിലേക്ക്, ഇത്രയധികം നിങ്ങൾ പറയുന്ന അഭ്യൂഹങ്ങളിലേക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ ഇത്ര മധുരമുള്ള വിജയം കർണാടകയിൽ ലഭിച്ചിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആര് എന്നതിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്നുമില്ല. ഇവിടെ UPയിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ട സമയത്ത് BJPക്ക് വലിയ മൃഗീയമായ ഭൂരിപക്ഷം കിട്ടിയിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ അവിടെ മുഖ്യമന്ത്രി അവർ തീരുമാനിച്ചത്? ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്? പിന്നെ എത്ര നാൾ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ചാർജ് എടുത്തത്? നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലേ?
അപ്പോൾ ഒന്നും ഉയരാത്തതാണ് കർണാടകയിൽ നിന്ന് കേൾക്കുന്നത്. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. മഹാരാഷ്ട്രയിൽ യാതൊരു ഭൂരിപക്ഷവും ഇല്ലാത്തൊരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം 3 നിട്ടേച്ച് പോകുന്നത് നമ്മൾ കണ്ടില്ലേ? ഈ കർണാടകയിൽ തന്നെ യെഡിയൂരപ്പ മുഖ്യമന്ത്രിയായി വിശ്വാസ വോട്ടുമായിട്ട് വന്നിട്ട് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഇറങ്ങി പോകുന്ന കണ്ടില്ലേ? ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഭൂരിപക്ഷമുള്ള വലിയ മജോറിറ്റിയുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം 5 വർഷത്തേക്ക് ഒരു സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. ഇതിനുശേഷം വരാനിരിക്കുന്ന തെലങ്കാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് വിജയിക്കണം. അപ്പൊ ഞങ്ങൾ ഇവിടെ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും, അത് മന്ത്രിയെ സംബന്ധിച്ചാണെങ്കിലും നയങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിലും പ്രോട്ടം സ്പീക്കറെ സംബന്ധിച്ചാണെങ്കിലും സ്പീക്കറെ സംബന്ധിച്ചാണെങ്കിലും ഞങ്ങളുടെ മാനിഫെസ്റ്റോയെ സംബന്ധിച്ചാണെങ്കിലും അതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അതിന്റെ എല്ലാ സ്ട്രാറ്റജിയും, പ്രത്യേകിച്ച് 85% ആളുകൾ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ എല്ലാ വിഭാഗം, അതായത് കമ്മ്യൂണൽ സിറ്റുവേഷൻ നോക്കിയാൽ തന്നെ എല്ലാ വിഭാഗം ആളുകളും ഇതൊക്കെ കോൺഗ്രസിന്റെ കയ്യിലാണ്. ഈ ചർച്ചകളും ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ഈ കാലതാമസവും എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഇത്രയും ഒക്കെ പ്രശ്നമുണ്ടാക്കി DKയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ വരുന്നു, വാർത്തകൾ വരുന്നു. അവിടെ നിന്ന് നിരീക്ഷണത്തിന് 3 പേരെ അയക്കുന്നു. അവർ MLA-മാരുമായി സംസാരിക്കുന്നു, ഭൂരിപക്ഷമാർക്ക് എന്നത് ഉറപ്പിക്കുന്നു. പിന്നീട് DKയും സിദ്ധരാമയ്യയും ഡൽഹിക്ക് പോകുന്നു. അവിടെ ചർച്ചകൾ നടക്കുന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ACC അധ്യക്ഷൻ, നിരവധി ആളുകളുമായി ചർച്ച നടക്കുന്നു. 4 ദിവസമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്ര വലിയ വിജയം നിങ്ങൾക്ക് ആ ജനങ്ങൾ തന്നിട്ട്, അപ്പൊ സ്വാഭാവികമായിട്ടും ആ ജനങ്ങളോടുള്ള ഇത് ഇല്ലെങ്കിൽ ആ ജനങ്ങളിൽ ഒരു അതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരിയാണോ? അല്ല, ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കുന്ന നിങ്ങളുടെ ജോലിയുടെ ഭാഗം നിങ്ങൾ ചെയ്യുന്നതല്ലേ? നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത വാർത്തകളല്ലേ നിങ്ങൾ പടച്ചുവിടുന്നത്? അതിന് കോൺഗ്രസ് പാർട്ടി എന്തിനാ പഠിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എങ്ങനെയാണ് നമ്മൾ പടച്ചുവിടുന്നത് എന്ന് എങ്ങനെയാണ് ശ്രീ അനിൽ ബോസ് പറയാൻ സാധിക്കുക? നിങ്ങളോട് ആരാ പറഞ്ഞ 2 വർഷക്കാലം സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രിയാകും, 3 വർഷം DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും? നിങ്ങൾ എന്താണ് ഒഫീഷ്യൽ സോഴ്സ്? നിങ്ങൾ പറ. ചുമ്മാ വാർത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിലവിൽ ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ ഇന്റർഫെയർ ചെയ്യാതിരിക്കൂ. നിലവിൽ ഒരു പാർട്ടിയുടെ 224 അംഗ നിയമസഭയിലേക്ക് ഞങ്ങൾക്ക് 135 സീറ്റ് കിട്ടി ഞങ്ങൾ ജയിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങൾ ആ 135 MLA-മാരുടെ അഭിപ്രായങ്ങൾ കേട്ടു. ആ അഭിപ്രായങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ കമ്മ്യൂണൽ സാഹചര്യങ്ങളുണ്ട്, ഞങ്ങളുടെ മാനിഫെസ്റ്റോ സാഹചര്യമുണ്ട്. ഞങ്ങൾ ഒരു സെക്കൻഡ് ദൈവത്തെ ഓർത്ത് ഇടപെടരുത്. അപ്പൊ ഞങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് 13-ാം തീയതി അല്ല ഫലം വന്നത്. 13-ാം തീയതി കഴിഞ്ഞ് 14-ാം തീയതിയാണ് പൂർണ്ണ ഫലം വന്നത്. 14-ാം തീയതി വൈകുന്നേരം യോഗം നടക്കുന്നു. 15-ാം തീയതി ഡൽഹിയിൽ മീറ്റിംഗ് വിളിക്കണ്ടേ? ആ മീറ്റിംഗിൽ ലീഡർഷിപ്പ് ചർച്ച ചെയ്യണ്ടേ? പിന്നെ ഒരു ദിവസം അതിന് വിവിധങ്ങളായിട്ടുള്ള നേതാക്കന്മാരുമായി, ഞങ്ങളൊരു സ്റ്റേറ്റ് ആൻഡ് ഹൈക്കമാൻഡ് പാർട്ടിയാണ്. അപ്പം സ്റ്റേറ്റിലെ ലീഡേഴ്സിനെ ഡൽഹിക്ക് വിളിപ്പിക്കും. അതെല്ലാ കാലത്തും ഉള്ളതാണ്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഉമ്മൻചാണ്ടിയെ രമേശിനെ വിളിപ്പിക്കുന്നത്, AK ആന്റണിയും കരുണാകരനെ വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ അവരവിടെ ചെല്ലും, ചർച്ച ചെയ്യും, വ്യത്യസ്തമായ ആലോചനകൾ നടത്തും. അത് ഒരു വിഷയത്തിലല്ല, മുഖ്യമന്ത്രിയിലല്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം ശ്രീ അനിൽ ബോസ്, താങ്കൾ മാധ്യമങ്ങൾ പടച്ചുവിടുന്നത് എന്ന് പറഞ്ഞതിൽ തിരുത്തുണ്ട്. കാരണം ഒരു സെക്കൻഡ് മുഖ്യമന്ത്രി ആരാകുമെന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിക്കാനുള്ള അധികാരം എനിക്കില്ല, കോൺഗ്രസ് പാർട്ടിക്കാണ്. പക്ഷെ എന്റെ ഫേസ്ബുക്ക് ഉൾപ്പെടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാ മുഖ്യമന്ത്രി എന്ന്. അത് ഞങ്ങളത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞങ്ങൾക്ക് തീരുമാനമുണ്ടെന്ന്. കർണാടകയിലെ ജനങ്ങളെ പറ്റിക്കുന്ന അതിന്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ഓതറൈസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലോ ഇൻചാർജ് ജനറൽ സെക്രട്ടറി അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അത് പ്രഖ്യാപിക്കും. ഞങ്ങൾക്ക് അത് പ്രഖ്യാപിക്കാൻ കഴിയില്ല. കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്കും അറിയാം, MLA-മാർക്ക് അറിയാം, DK ശിവകുമാറിന് അറിയാം, സിദ്ധരാമയ്യക്ക് അറിയാം, ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം ആരാ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത്. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അതൊക്കെ അതിന്റെ ടൈംലി. ശരി, നിങ്ങൾക്കെങ്കിലും അറിയാം എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. താങ്കൾ ഒന്ന് തുടരാമോ? ശ്രീ ടോം വടക്കൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ടോം വടക്കൻ, താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് കർണാടകയിൽ സംഭവിക്കുന്നത്? എന്റെ സുഹൃത്ത് അനിൽ ബോസ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അയാൾ പറയുന്നതിൽ കുറച്ചൊക്കെ അർത്ഥമുണ്ട്. തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ആരെ മുഖ്യമന്ത്രി ആക്കണമെങ്കിൽ അവർക്ക് സ്വാധീനം കൊടുക്കും. നിങ്ങളുടെ മാക്സിമം ടിക്കറ്റ് നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ. അപ്പൊ അവിടെ തീരുമാനം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ ടിക്കറ്റ് കൊടുക്കുന്നത് അവർ തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിക്കാണ്, അല്ലാതെ കമ്മിറ്റ്മെന്റോ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞത് അനിൽ ബോസ് പറയുന്നത് ശരിയാ. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സെറ്റിൽമെന്റ് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു നാടകമുണ്ട്, ഒബ്സർവർ വരുന്നു. ഇപ്പോൾ നടക്കുന്ന നാടകം, അതായത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, പ്രത്യേകിച്ച് സമുദായത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന BJP അജണ്ടയാണ് എന്നാണ് സുർജേവാല പറഞ്ഞത്. അങ്ങനെയാണോ? BJPക്ക് എന്താണ് അജണ്ട ഇതില്? അവരുടെ മുഖ്യമന്ത്രി, അവരുടെ ലീഡർ, അവരുടെ എന്താ പറയാ പ്രസിഡന്റ്, BJP അവരുടെ കർണാടക പ്രസിഡന്റ്
ബി ജെ പിക്ക് ഇതിൽ എന്താ റോൾ? അവര് തമ്മിൽ തല്ലുകൂടുന്നു, ഞങ്ങളുടെ അജണ്ട. ഞങ്ങൾക്കൊരു അജണ്ട ഇല്ല. അവരൊരു മുഖ്യമന്ത്രിയെ ഡിസൈഡ് ചെയ്യട്ടെ, അവര് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ആ ഇഷ്യൂസ് ഒക്കെ സെറ്റിൽ ചെയ്യട്ടെ. കാരണം അവിടെ വരാൻ പോകും, ഞങ്ങൾ അവിടെ വിട്ടുപോകുന്ന സമയത്ത് ട്രഷറിയുടെ മുഴുവൻ അക്കൗണ്ടിങ്ങും പൈസയും ഒക്കെ സെറ്റിൽ ചെയ്തിട്ടാണ് പോകുന്നിരിക്കുന്നത്. കണ്ടമാനം പൈസ ഉണ്ട് അവിടെ. ഇനിയിപ്പോ ഇവര് എങ്ങനെ ചെലവാക്കും എന്നുള്ള കാര്യമാണ് ഞങ്ങൾ നോക്കുന്നത്. താങ്കൾ ലൈനിലുണ്ടെങ്കിൽ അതിന് മറുപടി ഉണ്ടോ? അല്ലല്ല, ഞാനിതിനൊന്നും അദ്ദേഹത്തിന് മറുപടി പറയുന്നില്ല. അദ്ദേഹവുമായി എനിക്ക് വ്യക്തിപരമായി വളരെയേറെ അടുപ്പവും ആത്മബന്ധവും ഉള്ള ആളാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ട് പാർട്ടിയിലാണ്. സ്വാഭാവികമായും രണ്ടഭിപ്രായങ്ങൾ സ്വാഭാവികമായി ഈ ചർച്ചയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഒരു വാദപ്രതിവാദത്തിനൊന്നും ഞാനില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആരാണെന്നും അതിന്റെ പ്രവർത്തന രീതിയും പ്രക്രിയയും ഒക്കെ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രചണ്ഡമായ മാധ്യമ ചർച്ചകൾക്കൊന്നും, പ്രത്യേകിച്ച് കേരളത്തിലെ ഞാൻ പറയുന്നതിന്റെ കാര്യം, തെരഞ്ഞെടുപ്പ് ദിവസം 137 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു കർണാടകയിലെ മുഴുവൻ മാധ്യമങ്ങളും പറയുമ്പോൾ ഇവിടുത്തെ പല മാധ്യമങ്ങളും 80 സീറ്റാണ്, തൂക്കുമന്ത്രിസഭയാണ്, BJP മുന്നിലാണെന്ന് റിപ്പോർട്ട് ചെയ്തത്. താങ്കൾ അത് മുഴുവൻ മാധ്യമങ്ങളും കാണാത്തതുകൊണ്ടാണ് ന്യൂസ് 8 കൃത്യമായിട്ടായിരുന്നു കൊടുത്തത്. അല്ല, ഞാൻ അന്നത്തെ ദിവസം 8ഓളം ചാനലിൽ പങ്കെടുത്ത, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ആ സമയം തന്നെ തെലങ്കാന ചാനലുകൾ, സുവർണ ഉൾപ്പെടെ, സുവർണ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏഷ്യാനെറ്റിന്റെ ചാനലാണ്. ആ ഏഷ്യാനെറ്റ് ഇവിടെ തൂക്കുമന്ത്രിസഭ പറയുമ്പോൾ അവിടെ സുവർണ 137 കോൺഗ്രസ് ലീഡ് ചെയ്യാണ്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചർച്ച ചെയ്യുക, നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ നിർവഹിക്കുക. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ വിജയിപ്പിക്കുന്നതിനാവശ്യമായ മറ്റു തര ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ടൈംലി പ്രഖ്യാപിക്കും. അതൊക്കെ ഓൾറെഡി ഡിസൈഡഡ്. അത് പിന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി അതോറിറ്റി ഞാനല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് പറയുന്നില്ല. അത് പറയേണ്ട ആളുകൾ പറയേണ്ട സമയത്ത് പറയും. അതിനു മുമ്പ് ചെയ്യേണ്ട മറ്റു ചില പാക്കേജുകളും മറ്റു ചില കാര്യങ്ങളും ഒക്കെയാണ് ചർച്ചകൾ. ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ കർണാടകയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നതുകൊണ്ടും ഈ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നീക്കങ്ങളിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ടും ചോദിക്കട്ടെ, താങ്കളുടെ അഭിപ്രായത്തിൽ സിദ്ധരാമയ്യയോ ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ വിജയശില്പി ആയി നിൽക്കുന്ന DK ആണോ കർണാടകയ്ക്ക് മുഖ്യമന്ത്രിയായാൽ വന്നാൽ നന്നാവും എന്ന് താങ്കൾക്ക് തോന്നുന്നത്? അഭിപ്രായം അവിടെ കർണാടകയെ സംബന്ധിച്ചിടത്തോളം വിജയശില്പി എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രമായിട്ട് നമുക്ക് ചാർത്തി കൊടുക്കാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ ചേർന്നതുകൊണ്ടാണ് നമുക്ക് വലിയ വിജയം ആർജിക്കാൻ കഴിയും. ഭാരത് ജോഡോ യാത്ര ഒരു അടിസ്ഥാന ശിലയാണ്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ഒരു അടിസ്ഥാന ശിലയാണ്. സിദ്ധരാമയ്യയുടെ ജനകീയത വളരെ വലിയ സാധ്യതകൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. DK ശിവകുമാറിന് മികച്ച സംഘാടനം, അതോടൊപ്പം തന്നെ AICC നേതൃത്വം, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രഗത്ഭരായ ജനപ്രതിനിധികൾ, അതുപോലെ AICC സെക്രട്ടറിമാർ, അവർക്കൊക്കെ ഒരു വർഷം മുമ്പ് തന്നെ അവിടെ ചുമതല കൊടുത്ത് ഓരോ ഡിവിഷൻ തിരിച്ച്, ജില്ല തിരിച്ച്, അസംബ്ലി തിരിച്ച് ചാർജ് കൊടുത്ത് എത്രയോ ആളുകൾ എത്രയോ ദിവസം മാത്രം അവിടെ വർക്ക് ചെയ്താണ്. അപ്പൊ വലിയൊരു കൂട്ടുത്തരവാദിത്തമാണ്. ഞങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ്. മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ ജനാധിപത്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പ്രാർത്ഥനയുടെ വിജയമാണ്. അത് ഞങ്ങളുടെ. ഞാനിത് എന്താ ചോദിച്ചതെന്ന് അറിയാമോ ശ്രീ അനിൽ ബോസ്, താങ്കൾക്ക് തന്നെ, കോൺഗ്രസിന്റെ നേതാവായ താങ്കൾക്ക് തന്നെ ഇത്രയധികം രണ്ടുപേരുടെയും കാര്യത്തിൽ ഇത്രയധികം അഭിപ്രായങ്ങളുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും വലിയ ടാസ്ക് ആണ് AICC ഏറ്റെടുത്തിരിക്കുന്നത്. ഹൈക്കമാൻഡ് ഭാഗത്ത് നിന്ന് അല്ല, ഹൈക്കമാൻഡും ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ജനങ്ങൾക്ക് കൊടുക്കേണ്ട മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൽ. അതാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത്. അല്ലാതെ ഇല്ലാ കഥ പടച്ചുവിടുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ താങ്കളോട് അത് ചോദിച്ചത്. അല്ല, ഒരു സെക്കൻഡ്, ഞാനത് തന്നെയാ പറഞ്ഞത്. ഞാൻ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ്. അതിന്റെ അകത്ത് സംഘാടക മികവെന്നുള്ള നിലയിൽ അത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നതിൽ DK ശിവകുമാറിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒരു ജനകീയ നേതാവായിരുന്നപ്പോഴും സിദ്ധരാമയ്യയുടെ ജനസ്വാധീനം ഞങ്ങൾക്ക് കാണാതെ പോകാൻ കഴിയില്ല. അതൊക്കെ ഞങ്ങൾ വിവിധ തലങ്ങളിൽ ഇത് രണ്ടുപേരുടെ ഭാഗം നമ്മൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മളിപ്പോ 13-18 സിദ്ധരാമയ്യയെ കണ്ടതാണ്. DK ശിവകുമാർ അവിടെ കാണിച്ച മാജിക് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഓക്കെ. ഇത് ഹൈക്കമാൻഡ് പറയാതെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റിലെ എല്ലാ മനുഷ്യർക്കും അറിയുന്നതാണ്. നമുക്ക് അറിയേണ്ടത് ആരിലേക്ക് പോകും എന്നുള്ളതാണ്. അതിൽ അനിശ്ചിതത്വം തുടരുന്നു എന്നാണ് ഞങ്ങളുള്ള മാധ്യമങ്ങൾ പറയുന്നത്. ഒരനിശ്ചിതത്വം ഇല്ല. പക്ഷെ നമ്മളൊരു പാർട്ടിയുടെ പ്രതിനിധിയല്ലേ. ഞാനൊരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇന്നയാളാണ് മുഖ്യമന്ത്രി എന്ന് എന്റെ പാർട്ടി ഒഫീഷ്യലായി പ്രഖ്യാപിക്കാതെ പറയുന്ന ഒരു ചട്ടം ഇല്ല. ഞാൻ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് താങ്കളോട്. അതുകൊണ്ടാണ് പറയാത്തത്. അത് ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള, ജനങ്ങളുടെ ഇടയിൽ സാധാരണക്കാരുമായി ഏറ്റവും ബന്ധമുള്ള ആൾ അവിടെ മുഖ്യമന്ത്രിയായി വരും. ഓക്കെ, അനിൽ ബോസ് പ്രതികരിച്ചതിന് എന്തായാലും പുറത്തു വരുന്നത് അഭ്യൂഹങ്ങളാണെന്നാണ് DK ശിവകുമാർ പറയുന്നത്. ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നും സുർജേവാലയും അത്തരത്തിൽ BJP അജണ്ടയിൽ വീഴരുത് എന്നാണ് സുർജേവാലയും പറഞ്ഞിരിക്കുന്നതെന്ന് അനിൽ ബോസ് പറയുന്നു.
മനു ഭരത് വീണ്ടും ചേരുന്നുണ്ട്. മനു, ഇത്തരത്തിലാണ് വലിയ തീരുമാനങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ്. അതൊരു കാലതാമസമെടുക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ അറിയിക്കാമെന്നൊന്നുമില്ല. പക്ഷേ ഇതേ സമയം തന്നെ ബാംഗ്ലൂരു സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ടല്ലേ? മനുവിലേക്ക് തിരിച്ചെത്താം. സിദ്ധരാമയ്യയും DK ശിവകുമാറും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കണ്ടു. ഖാർഗെയും സോണിയാഗാന്ധിയെ കണ്ടു. ഹൈക്കമാൻഡിൽ നീക്കങ്ങൾ നടക്കുകയാണ്. എന്തായാലും അനുനയ ശ്രമം പാളി എന്ന് വേണം മനസ്സിലാക്കാൻ. DKയുടെ നേരത്തെ പ്രതികരണം അത്തരത്തിലായിരുന്നു. അനിശ്ചിതത്വത്തിൽ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ കാര്യം തുടരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകും, എന്നാൽ അതേസമയം സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങൾ ബാംഗ്ലൂരുവിൽ നടക്കുന്നുണ്ട്. മനു ഭരത് ചേരുന്നു. മനു, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? DKയുടെ പ്രതികരണത്തിന് ശേഷം കർണാടക എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, കർണാടകയിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഉള്ളത്. ഒന്ന്, കർണാടകയിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ഈ സിദ്ധരാമയ്യയുടെ വീടിന് പരിസരത്തൊക്കെ എത്തിയിട്ടുള്ള അവരുടെ പ്രവർത്തകരുമൊക്കെ വിശ്വസിക്കുന്നത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി എത്തും എന്നതാണ്. ഏതായാലും DKയുടെ വീടിനടുത്ത് ഞാൻ രാവിലെ തൊട്ടുണ്ടായിരുന്നു. അവിടെ കനത്ത നിരാശ ആണ്. നമ്മൾ വിഷ്വൽ അതിൻ്റെയൊക്കെ കാണിച്ചതുമാണ്. അവിടെ DKക്ക് സാധ്യത മങ്ങുന്ന തരത്തിൽ തന്നെയാണ് വീട്ടിനകത്തുള്ള പ്രതികരണം. അതേസമയം DK ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് തയ്യാറല്ല എന്ന നിലപാടാണ് അവിടെ നിന്ന് വ്യക്തമാകുന്നത്. കോൺഗ്രസിൻ്റെ മറ്റാളുകളിൽ നിന്ന് ലഭിക്കുന്ന ചില സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം, രണ്ടുപേരും ഈ നിലപാട് തന്നെ ശക്തമായി തുടരുകയാണെങ്കിൽ ഒരു മൂന്നാം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കോൺഗ്രസിന് ആലോചിക്കേണ്ടി വരും എന്നതാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ട്. ഈ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഫോർമുല അംഗീകരിക്കാത്ത രണ്ടുപേരും നിലപാടിൽ കടുപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ മൂന്നാമതൊരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കർണാടകയിൽ വരും. അപ്പോൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുമെന്ന ഉറപ്പാണ് സിദ്ധരാമയ്യയ്ക്ക് ആദ്യം കിട്ടിയത്. ഇപ്പോൾ ഇവിടെ കാന്തിവീര സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കൊക്കെയുള്ള നടപടിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. ഏതായാലും സത്യപ്രതിജ്ഞ ചടങ്ങ് സംബന്ധിച്ച് അത് പുരോഗമിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകാതെ ഉണ്ടായേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നില്ലെങ്കിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുക, അല്ലെങ്കിൽ മറ്റ് രണ്ടു പേർക്കും സ്വീകാര്യനായ മൂന്നാമതൊരാൾ മുഖ്യമന്ത്രിയാകുക എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന്. മൂന്നാമൻ വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ചോദ്യങ്ങൾ. പക്ഷേ അങ്ങനെ മൂന്നാമൻ എന്നാണെങ്കിൽ എന്തായിരിക്കും ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ? ആരിലേക്കായിരിക്കും എത്തുക? പുറത്തുനിന്ന് ഒരാൾ മൂന്നാമത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പ്രത്യേകിച്ച് കർണാടകക്കാരൻ കൂടിയായ ഖാർഗെയുടെ നിലപാട് എന്തായിരിക്കും? അല്ല, മൂന്നാമതൊരാളെ സംബന്ധിച്ചും നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒന്ന് ജി പരമേശ്വരിയുടെ പേരാണ്. അദ്ദേഹം ഒരു ദളിത് നേതാവ് എന്ന നിലയിൽ നേരത്തെ തന്നെ കർണാടകയിൽ ഒരു ദളിത് മുഖ്യമന്ത്രി വരേണ്ട സമയമായിരിക്കുന്നു എന്ന ആവശ്യവും താൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണ് എന്ന അവകാശവാദവുമൊക്കെയായി നേരത്തെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇങ്ങനെ MLA-മാരുടെ എണ്ണം തികച്ച് അങ്ങോട്ട് കൊണ്ടെത്തിക്കാനില്ല. പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചാൽ അത് നിർവഹിക്കാം. ഈ MLA-മാർ ആർക്കൊപ്പം എന്ന പരിശോധന അനാവശ്യമാണ്. കാരണം MLA-മാർ കോൺഗ്രസ് MLA-മാരാണ്. ഇത് തന്നെയാണ് DK ശിവകുമാറും ഉന്നയിക്കുന്ന നിലപാട്. അപ്പോൾ ജി പരമേശ്വരിയും അങ്ങനെ ആ നിലപാടിൽ ഉണ്ട്. അതേസമയം MP പാട്ടീലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹനാണ് എന്ന തരത്തിൽ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലിംഗായത്ത് സമുദായത്തിൻ്റെയൊക്കെ വലിയ പിന്തുണ ഈ പാട്ടീലിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും പരിഗണിക്കുന്നതായി കേൾക്കുന്നുണ്ട്. ഇനി ഇതിനപ്പുറത്തേക്ക് ആർക്കും തർക്കമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് മല്ലികാർജുൻ ഖാർഗെ. കോൺഗ്രസ് അധ്യക്ഷനെ കർണാടകയുടെ ആക്കിയാൽ എന്താകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹവും സ്വീകാര്യനാണ്. അപ്പോൾ ഇത് സിദ്ധരാമയ്യ സ്വാഭാവികമായി ഏറ്റവും അധികം ഭൂരിപക്ഷമുള്ളയാളെന്ന നിലയിൽ മുഖ്യമന്ത്രിയാകുന്നു. അതിന് DK തയ്യാറല്ലെങ്കിൽ മന്ത്രിസഭയിൽ ചേരില്ല, വിട്ടുനിൽക്കും, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കും, ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ തൻ്റെ ഇത്തരം പ്രയത്നങ്ങൾ ഉണ്ടാകില്ല എന്നൊക്കെ അദ്ദേഹം വാശി പിടിക്കുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ മറ്റൊരു നിഷ്പക്ഷനായ സ്വതന്ത്രനായ മറ്റൊരാളെ കൊണ്ടുവരാൻ കോൺഗ്രസ് നിർബന്ധിതമാകും എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്. പക്ഷേ അങ്ങനെ ഒരു മറ്റൊരാളിലേക്ക് അനുനയിപ്പിക്കാൻ DKയെ സംബന്ധിച്ച് അദ്ദേഹം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്ര വലിയ വിജയമുണ്ടാക്കിയ ആളാണ്. സിദ്ധരാമയ്യയുടെ കാര്യവും നമുക്കറിയാം. അങ്ങനെ മൂന്നാമതൊരാളിലേക്ക് പോകാൻ ഈ രണ്ടുപേരും സമ്മതിക്കുമില്ലെങ്കിൽ തയ്യാറാകും. ഒരു എന്താ പറയാ, ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അത്രയും ഒരു കടുകട്ടി തീരുമാനത്തിലേക്കൊക്കെ ഈ സാഹചര്യത്തിൽ കടക്കുമോ? വരും തെരഞ്ഞെടുപ്പുകളെയൊക്കെ മുമ്പിൽ കണ്ടല്ലേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ.
അല്ല, ഇതൊക്കെ ചർച്ചകളുടെ ഭാഗമായി ഇങ്ങനെ നടക്കുന്നു. ഇത് പല ആളുകളും അവരുടെ ഈ ചർച്ചകളിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിലൊക്കെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരുമായി പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് ആരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി അവരുടെ പേരൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ആളുകൾ ഓരോ വ്യക്തി പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഹൈദരാബാദിൽ നിന്നാണ് പവൻ ഖേര പറഞ്ഞത് അങ്ങനെ ഡൽഹിയിലെ നിന്ന് ഒരു മുഖ്യമന്ത്രിയെ കർണാടകത്തിലേക്ക് കെട്ടിയിറക്കാനാകില്ല, അത് ആളുകളുമായി കൂടിയാലോചനകൾ നടത്തിയേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭൂരിപക്ഷമില്ലാത്ത ആളെ ആക്കുമ്പോൾ അത് പ്രതിസന്ധികൾ ഉണ്ടാക്കും. അതുകൊണ്ട് പൂർണ്ണമായൊരു ചർച്ചയിലൂടെ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ പലതരത്തിലുള്ള വിവരങ്ങളും പല സോഴ്സുകളിൽ നിന്നായി പുറത്തു വരുന്നുണ്ട്. DKയുടെ വീട്ടിൽ ഇരിക്കുന്ന നേതാക്കളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും സന്ദേശങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന സന്ദേശം ഇപ്പോൾ സിദ്ധരാമയ്യയുടെ വീടിന് പരിസരത്ത് കിട്ടുന്നത് കൊണ്ടാണല്ലോ അവിടെ പടക്കം പൊട്ടിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇതിനു മുന്നിൽ പാലൊഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ഇപ്പം ഞാനിപ്പോൾ അനിൽ ബോസ് പറഞ്ഞതുകൊണ്ട് ഞാനതിന് മറുപടി പറയുകയാണ്. അതൊക്കെ മാധ്യമപ്രവർത്തകർ സ്വന്തം കാര്യത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഞാനാണോ പാല് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പാല് വാങ്ങിച്ച് അവിടെ കൊണ്ട് ഒഴിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു, ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായും അത് അവിടെ ചെയ്യുന്നു. ഞാൻ DKയുടെ വീടിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു, അവിടെ ആരും പാല് വാങ്ങി വരുന്നില്ല, അവിടെ ആരും പടക്കം പൊട്ടിക്കുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും അത് അവർക്ക് കിട്ടുന്ന വിവരങ്ങളാണ്. ആ വിവരങ്ങൾ തന്നെയാണ് നമുക്കും കിട്ടുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടുന്നു. പിന്നെ DK രണ്ടാമതും അദ്ദേഹത്തെ ചൊടിപ്പിച്ചു എന്ന രീതിയിൽ ഇവിടുന്ന് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അദ്ദേഹത്തോട് പോലും കൺസൾട്ട് ചെയ്യാതെ അത്തരം കാര്യങ്ങൾ നീക്കുന്നുവെന്ന് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം അറിയണമല്ലോ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനെ സംബന്ധിച്ച്. അപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്ന ഇപ്പം മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെല്ലാം തെറ്റായ വാർത്തകളാണ്. അത് DKയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് രൺദീപ് സിംഗ് സുർജേവാല മാധ്യമങ്ങളെ കണ്ട അഭ്യൂഹങ്ങളാണ് എന്ന് പറഞ്ഞതും എന്ന വാർത്തയടക്കം പുറത്തു വന്നു കഴിഞ്ഞു. എന്തായാലും സമവായം വൈകുന്നു എന്നുള്ളതിന് ഇത്ര വലിയ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, കാരണം കാര്യങ്ങൾ വ്യക്തമാണ്. നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമാണ്. സുർജേവാല ആയാലും ഇപ്പോൾ നേരത്തെ DK ശിവകുമാർ പ്രതികരിച്ചതായാലും മനു പറഞ്ഞതുപോലെ അവിടെയുള്ള ആഘോഷങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും കർണാടക മുഖ്യമന്ത്രിയെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങളാണെന്ന് AICC പറയുന്നുണ്ട്. BJPയുടെ പിന്നിൽ BJP ആണ് എന്നുമൊക്കെ AICC കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. പക്ഷേ അനിശ്ചിതത്വം തുടരുകയാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ആൾമാറാട്ടം നടത്തിയ കേസിൽ കോളേജ് പ്രിൻസിപ്പലിനെ വൈസ് ചാൻസലർ വിളിച്ചുവരുത്തി. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പലിനെയാണ് വിളിച്ചുവരുത്തിയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പ്രിൻസിപ്പലിനെതിരെ നടപടിയുണ്ടാകും. ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, വിചിത്ര സംഭവമാണ്. കേട്ടുകേൾവി പോലും ഇല്ല കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലൊരു സംഭവം. എന്ത് നടപടിയായിരിക്കും പ്രിൻസിപ്പലിനെതിരെ ഉണ്ടാവുക? ധന്യ, ഈ ക്രിസ്ത്യൻ കോളേജിലെ SFIയുടെ ആൾമാറാട്ടവും അതിൽ ബന്ധപ്പെട്ടാണ് പ്രിൻസിപ്പലിനെ കേരള സർവകലാശാല VC നേരിട്ട് വിളിച്ചു വരുത്തിയത്. നേരിട്ട് വന്ന് ഹാജരാകണം, രേഖകൾ സമർപ്പിക്കണമെന്നായിരുന്നു VCയുടെ നിർദ്ദേശം. തുടർന്ന് ഈ പ്രിൻസിപ്പൽ സർവകലാശാലയിൽ എത്തിയിരുന്നു. രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ രേഖകളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും VCയുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുക. ഉചിതമായ നടപടി എടുക്കുമെന്നാണ് VC പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും പ്രിൻസിപ്പലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത്തരമൊരു വിഷയമാണ്. കോളേജിന്റെ ഇടപെടൽ അത് അനധികൃതമായി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. പറയുന്നത് ആരുടെ നിർബന്ധത്തിലാണ് പ്രിൻസിപ്പൽ ഇത് ചെയ്തതെന്നാണ് അറിയുന്നത്? പുറത്തുനിന്ന് സമ്മർദ്ദമുണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് പറയാനാവുന്നത്. കാരണം ഈ വിഷയത്തിൽ CPMന്റെ ഭാഗത്ത് നിന്ന് ഒരു MLA ഇടപെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ സൂചനകൾ വരുന്നുണ്ട്. പ്രിൻസിപ്പലിനെ സമ്മർദ്ദം ചെലുത്തിയത് ഈ MLA ആണെന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ പ്രിൻസിപ്പൽ എന്തായാലും വിശദീകരണം നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മാത്രമേ പ്രിൻസിപ്പലിന് നേരെ നടപടി ഉണ്ടാവുകയുള്ളൂ. 20-ന് സിൻഡിക്കേറ്റ് യോഗം ചേരും. അതിനുശേഷമായിരിക്കും ഈ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തുടർ തീരുമാനമുണ്ടാവും. നന്ദി ഐശ്വര്യ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ജയിച്ചയാളെ വെട്ടി SFI ഏരിയ സെക്രട്ടറിയെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടന്നത്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിന് പ്രിൻസിപ്പൽ നൽകിയ പട്ടികയിലാണ് ക്രമക്കേട് നടന്നത്. SFI നേതൃത്വത്തിന്റെ അറിവോടെ അല്ല ക്രമക്കേടെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. ആൾമാറാട്ടം നടന്നിട്ടില്ലെന്ന് വിശദീകരിച്ച് കോളേജ് അധികൃതരും രംഗത്തെത്തി. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു.
2022-23 കോളേജ് തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ UUCയായി ജയിച്ചത് SFI പാനലിലെ അനഘയാണ്. എന്നാൽ പട്ടിക കേരള സർവകലാശാലയിലെത്തിയപ്പോൾ അനഘയുടെ പേരിന് പകരം SFI ഏരിയ സെക്രട്ടറിയായിരുന്ന A. വിശാഖിന്റെ പേര് വന്നു. ഇതോടെ ലിസ്റ്റ് വിവാദമായി. ആൾമാറാട്ടം നടന്നത് വിശാഖിനെ കേരള സർവകലാശാല ചെയർമാനാക്കാനാണെന്ന ആക്ഷേപമുയർന്നു. തൊട്ടുപിന്നാലെ വിശദീകരണവുമായി കോളേജ് അധികൃതർ. ഒരു വിദ്യാർത്ഥിയുടെ പേരിൽ വന്ന സാങ്കേതിക തടസ്സം മനസ്സിലാക്കിയിട്ട് വിദ്യാർത്ഥിയെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ലിസ്റ്റിൽ നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനമുള്ള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് രേഖാമൂലം ഞാൻ അറിയിക്കുകയുണ്ടായി. സംഭവത്തിൽ SFIക്ക് പങ്കില്ലെന്ന് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നു. SFIയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനാർത്ഥിയായി വിശാഖിനെ തീരുമാനിച്ചിട്ടില്ലെന്നും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിശാഖിനെ മാറ്റിയെന്നുമാണ് SFI വിശദീകരണം. അതേസമയം ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് SFI നടത്തുന്നതെന്നും വിദ്യാർത്ഥികളോട് മാപ്പ് പറയാൻ SFI തയ്യാറാകണമെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ അവർ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്ന വ്യാജേന അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് പട്ടിക കൈമാറുന്നു. ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്, വിദ്യാർത്ഥി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. SFI ഇത് പൊതുജന സമക്ഷം മാപ്പ് പറയണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. കേരള സർവകലാശാലയിലേക്ക് KSU നടത്തിയ പ്രതിഷേധം പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ SFI ആൾമാറാട്ടത്തിൽ CPMലും വിവാദം. പാർട്ടി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങി. പരാതിക്കാരിയായ അനഘയുടെ മൊഴിയെടുത്തു. ASF നേതൃത്വത്തിനെതിരെ പെൺകുട്ടി പരാതി നൽകിയതായാണ് സൂചന. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ തെരഞ്ഞെടുപ്പ് ആൾമാറാട്ടം വിവാദമാകുന്നതിന് മുൻപ് തന്നെ CPM വിഷയം അറിഞ്ഞിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചു. കോവളം ഏരിയ സെക്രട്ടറി PS ഹരികുമാറിനാണ് അന്വേഷണ ചുമതല. പരാതിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. SFI നേതൃത്വത്തിനെതിരെ അനഘ മൊഴി നൽകിയെന്നാണ് വിവരം. SFI ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് വിശാഖിനെ ലിസ്റ്റിൽ തിരികെ കയറ്റിയതെന്നും ആരോപണമുണ്ട്. എന്നാൽ വിവാദത്തിന് പിന്നാലെ വിശാഖിനെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കി തലയൂരാനാണ് SFIയുടെ ശ്രമം. SFIയെ ചുറ്റിപ്പറ്റിയാണ് വിവാദങ്ങളെങ്കിലും CPM ജില്ലാ കമ്മിറ്റി അംഗമായ ഒരു MLAക്കെതിരെയും ആരോപണം ഉയരുന്നുണ്ട്. വിശാഖിനെ തിരികെ കയറ്റാൻ പ്രിൻസിപ്പലിനോട് നിർദ്ദേശിച്ചത് MLA ആണെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. കൊല്ലം, കോട്ടയം, ആലപ്പുഴ, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. കണ്ണൂർ, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും മലപ്പുറം ജില്ലയിൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്ന താപനില രേഖപ്പെടുത്തിയേക്കും. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ വരെ ചൂട് കൂടും. ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശമായി ജിയോ VIP ബോക്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റ ശൃംഖലയായ ജിയോ IPL ആരാധകർക്ക് വേണ്ടി നിർമ്മിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ജിയോ VIP ബോക്സ്. ജിയോയുടെയും 2 പ്ലാറ്റ്ഫോമിന്റെയും സഹകരണത്തിൽ AI, AR, ഡിജിറ്റൽ ടെക്നോളജി എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ജിയോ VIP ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത്. ജിയോ VIP ബോക്സ് ആരാധകർക്ക് കളിക്കാരോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനും വ്യക്തിഗത സന്ദേശങ്ങൾ നേടാനുമുള്ള അവസരം നൽകുന്നു. സ്ക്വാഡ് സെൽഫി, കിറ്റ് റൂം, കളിക്കാരുടെ വ്യക്തിഗതമാക്കിയ സന്ദേശങ്ങൾ, ജിയോയുടെ റഫറൽ പ്രോഗ്രാം എന്നിങ്ങനെ നൂതനമായ 4 വ്യത്യസ്ത സേവനങ്ങളാണ് ഇതിൽ ലഭ്യമാകുന്നത്. ഇടവേള. വാർത്തകളിലേക്ക്. ആശുപത്രിയിലെ ആക്രമണങ്ങൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ച് ആശുപത്രി സംരക്ഷണ നിയമ ഭേദഗതി ഓർഡിനൻസിന് മന്ത്രിസഭാ അംഗീകാരം. 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ഓർഡിനൻസിൽ നിർദ്ദേശിക്കുന്നു. സെക്യൂരിറ്റി, ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരെ ആരോഗ്യ പ്രവർത്തകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. പരാതികളും തിരുത്തുകളും നിയമസഭയിൽ ഔദ്യോഗിക ഭേദഗതിയായി തന്നെ കൊണ്ടുവരും.
ആരോഗ്യ പ്രവർത്തകർ എന്ന നിർവചനത്തിൽ കൂടുതൽ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിയമ ഭേദഗതി നടപ്പാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നഴ്സുമാരും ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് പുറമെ പാരാമെഡിക്കൽ ജീവനക്കാർ, പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ, സെക്യൂരിറ്റി ജീവനക്കാർ, ആംബുലൻസ് ഡ്രൈവർമാർ, മാനേജീരിയൽ ജീവനക്കാർ, കൂടാതെ ഹെൽപ്പർമാർ എന്നിവർക്കും ആരോഗ്യ പ്രവർത്തകർ എന്ന സംരക്ഷണം ഇനി മുതൽ ഈ നിയമപ്രകാരം ലഭിക്കും. ഒരാൾ ആശുപത്രിയിൽ അക്രമം നടത്തുകയോ അക്രമം നടത്താൻ പ്രോത്സാഹിപ്പിക്കുകയോ അതിന് പ്രേരിപ്പിക്കുകയോ അതിന് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ, ഒപ്പം 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്നതാണ് കുറ്റം. കൂടാതെ ഈ ആരോഗ്യ പ്രവർത്തകരെ കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ശിക്ഷാ അളവ് കൂടും. അതായത് കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 1 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷാ കാലാവധിയാണ് പറയുന്നത്. അതുകൂടാതെ 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പിഴയും ഇത് പ്രകാരം ലഭിക്കും. കേസുകളുടെ നടത്തിപ്പും വേഗം കൂടിയിട്ടുണ്ട്. FIR വളരെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകും. FIR രജിസ്റ്റർ ചെയ്ത് 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. എല്ലാ ജില്ലയിലും ഒരു കോടതി ആശുപത്രി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിചാരണകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കും. കൂടാതെ ആവശ്യമെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ. ഓർഡിനൻസ് പാസാക്കിയതിൽ സന്തോഷമെന്ന് IMA. ഓർഡിനൻസിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആക്രമണങ്ങൾ. ആശുപത്രികളിൽ CCTV സ്ഥാപിക്കാനുള്ള ഫണ്ട് അനുവദിക്കണം. വന്ദനയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും IMA ആവശ്യപ്പെട്ടു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,620 രൂപ, പവന് 44,960 രൂപ. വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോ 79,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,790 രൂപ, ഔൺസിന് 1,17,882 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.